ഭാരത്തും ദൂരത്തും നിന്ന് ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞൊരു രാത്രി നമ്മെ വിട്ടു കടന്നുപോയി. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ദാനമായി തന്നു. ഇന്ന് പകൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങിയവർ അനേകർ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു. പ്രഭാതം കാണാതെ മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് ഒരായുസ്സൂടെ ദൈവം നമുക്ക് നൽകി തന്നു. ഈ ദേശത്ത് ഞങ്ങൾക്ക് കടന്നു വന്ന അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വചനത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നത് ആകാശം മാറും, ഭൂമി മാറും, എൻ്റെ വചനങ്ങൾക്കൊരിക്കലും മാറ്റം വരികയില്ല. ആകാശത്തിനൊരു വ്യത്യാസം വരും, ഭൂമിക്കൊരു വ്യത്യാസം വരും. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്ന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഈ വചനം നമ്മളെ ഈ ഭൂമിയിൽ പോകേണ്ടതാകുന്ന വഴികളിൽ കൂടി ദൈവം നമ്മെ നടത്തും. അതിനുശേഷമായും ഈ ലോകം വിട്ടു പോകുമ്പോൾ നാം ചെന്ന് ചേരേണ്ടതാകുന്ന ആ സ്ഥാനത്ത് ദൈവം നമ്മെ കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് ദൈവവചനം അനുസരിക്കണം, കേൾവിക്കാര് അതനുസരിക്കുകയും പാലിക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അല്പസമയങ്ങൾ ദൈവത്തിന്റെ വചനോടെ ഈ ദേശത്ത് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായി കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചു തുടങ്ങും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പരിധിയിലും ആയിരിക്കുന്നവർ, നമുക്ക് കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. കർത്താവേ, ഇന്ന് ഈ പൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളൊക്കെയും വിവിധ സാഹചര്യങ്ങളിലായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകളെ കർത്താവ് അറിയുന്നു, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കർത്താവ് അറിയുന്നു. ഇന്ന് പൽക്കാലം കർത്താവ് ഞങ്ങളോട് മനസ്സിലാണമേ. ഞങ്ങളുടെ ഉള്ളത്തിന്റെ അവസ്ഥകളെ അറിഞ്ഞ് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറയുന്ന വചനങ്ങൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ഒരു വിടുതലിന് കാരണമായി തീരുവാൻ, കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിന്റെ വചനത്തെ പ്രമാണിക്കുന്നവരായി തീരുവാൻ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ, സഹായിക്കണമേ. ഞങ്ങളുടെ വേദനകൾ അറിയുന്ന, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന, ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പരിപൂർണമായി സമർപ്പിക്കുന്നു. ഇന്ന് പൽക്കാലം ഞങ്ങളോട് മനസ്സിലണമേ. ഞങ്ങളുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റം തന്ന് ഒരു പുത്തൻ അനുഭവം ഞങ്ങൾക്ക് നൽകി തരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലത്തെ വചനഘോഷണം അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. കർത്താവിൻ്റെ ദാസനെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തോട് അറിയിക്കേണ്ട കർത്താവ് ദൂത് ഇന്ന് പൽക്കാലം അറിയിപ്പാൻ കർത്താവിൻ്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. അത് ഓരോ സമയത്തിലും ഓരോ വ്യക്തികൾക്കും അത് അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെ മുറ്റുമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാത യാമങ്ങളിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവ വചനത്താൽ സമ്പുഷ്ടമായ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ദേശത്തോട് കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഒരിക്കൽ കൂടെ സംസാരിക്കുവാൻ എളിയവർക്ക് ഇന്ന് പ്രഭാതത്തിൽ ഈ അവസരം ലഭിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കർത്താവിലുള്ള എരിവോടെ നാശത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ, ഇന്നത്തെ കാലത്തെ സമൂഹത്തെ അവരുടെ പാതയിൽ നിന്ന് വിളിച്ച് തിരിച്ച് ദൈവത്തെങ്കിലേക്ക് യാത്ര ചെയ്യുവാൻ, നാം നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല യാത്ര ചെയ്യേണ്ടത്. സത്യവാനും നീതിമാനും ഹല്ലേലൂയ അനശ്വരനും ഇന്നും ജീവിക്കുന്നവനുമായ ദൈവത്തിലേക്കാണ് നാം യാത്ര ചെയ്യേണ്ടത്. കാരണം ശാശ്വതമായ സമാധാനമുള്ളത്, ശാശ്വതമായ സൗഖ്യമുള്ളത്, ശാശ്വതമായ ഐശ്വര്യമുള്ളത് ദൈവത്തിങ്കലാണ് എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. നമ്മുടെ കണ്ണിന് മുമ്പാകെ ഇന്ന് കാണുന്ന കാര്യങ്ങൾ
പ്രായമുള്ളവരെ, വാർദ്ധക്യമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒരു മാറ്റം വന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ഈ ദേശം ഒന്നിച്ച് ദൈവത്തോട് ചേർന്ന് സന്തോഷിക്കുവാൻ, ഈ ദേശം ദൈവിക സമാധാനത്താൽ നിറയപ്പെടുവാൻ, ദൈവികമായ ഐശ്വര്യത്താൽ നിറയപ്പെടുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഇന്ന് പകലിൽ ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പേര് ആൻസൺ എന്നാണ്. ഞാൻ മാരാമൺ സ്വദേശിയാണ്. ഞാനും പലരെയും പോലെ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവനെന്ന് സ്വയം നിർണയിച്ചുകൊണ്ട്, പക്ഷെ ഈ ലോകത്തിന്റെ ഗതിയിൽ വീണുപോയ ഒരു സാധാരണക്കാരനാണ്. എന്നാൽ ഒരു ദിവസം ദൈവം എന്നെ സന്ദർശിച്ച് എന്റെ തെറ്റുകളെ കുറിച്ച് ബോധ്യം വരുത്തിയപ്പോൾ ഞാനത് അനുസരിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ ഇടയായതിനാൽ ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഈ ഉച്ചഭാഷണയിലൂടെ ദൈവവചനം സംസാരിക്കുവാൻ കർത്താവ് എനിക്ക് മഹാഭാഗ്യം തന്നിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മെ വളരെ ആകർഷിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ ദേശം എന്ന് പറയുന്നത് വളരെ സാംസ്കാരികമായും ആത്മീകമായും ഉന്നതി പ്രാപിച്ചുവെന്ന് നമ്മൾ കരുതുന്ന ഒരു ദേശമാണ്. ഇവിടെ നമ്മൾ വളരെ സാഹോദര്യ സമാധാനത്തോടെ, ജാതി മത വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ നമ്മുടെ അയൽവക്കക്കാരെ സ്നേഹിച്ചുകൊണ്ട്, നമ്മുടെ സുഹൃത്തുക്കളെ സ്നേഹിച്ചുകൊണ്ട്, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നമുക്കെല്ലാം അറിയാം, ഈ ദേശത്തുള്ള എല്ലാ ആത്മീക സംഘടനകളും പഠിപ്പിക്കുന്നത് ഈ ജീവിതം കൊണ്ട് തീരുന്നതല്ല മനുഷ്യന്റെ ജീവിതം എന്നാണ്. ഇത് ഈ നാട്ടിലെ കുഞ്ഞു കുട്ടി ആബാലവൃത്തത്തിന് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. എന്നാൽ ആ സത്യം അറിഞ്ഞിട്ടും അതറിയാത്തവരെ പോലെ നാം ഈ ഒരു ലഭ്യമായ ജീവിത കാലയളവിൽ ജീവിച്ച് മരിച്ച് മൺമറയുവാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. നാം ചെറുപ്പകാലം മുതൽ പഠിച്ചു വച്ചിരിക്കുന്നതായ ആത്മീക സംഘടനകളുടെ പഠിപ്പിക്കൽ വളരെ ശരിയാണ്. മനുഷ്യ ജീവിതം ഈ ഒരു ഹ്രസ്വമായ 70-80 വർഷം കൊണ്ട് തീരുന്നതല്ല. മനുഷ്യ ജീവിതം നിത്യമാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് മാത്രം അവകാശപ്പെടുവാനായിട്ട് ദൈവം അവന്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന ഒരു സത്യമാണ് ആത്മാവ് എന്ന സത്യം. മറ്റ് ജീവജാലങ്ങൾക്കൊക്കെയും ജീവനുണ്ടെങ്കിലും പ്രാണനുണ്ടെങ്കിലും അവയ്ക്കൊന്നിനും ആത്മാവില്ല. എന്നാൽ ആത്മാവുള്ളതായി ദൈവം സൃഷ്ടിച്ച ഏക സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി. ഈ വാസ്തവം നിങ്ങൾ അറിയാതെ പോകരുത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഈ ലോകത്തിലെ ചെറിയ ഒരു ആയുസ്സിൽ തീരുന്നതല്ല മനുഷ്യ ജീവിതം. അതുകൊണ്ട് വേദവാക്യങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നു, ഈ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നത് തിന്മയെങ്കിലും നന്മയെങ്കിലും നിങ്ങൾ ജീവിതകാലം മുഴുവൻ മാത്രമല്ല, ജീവിതത്തിന് ശേഷവും അതിന്റെ പരിണത ഫലം അനുഭവിക്കും. നന്മ ചെയ്യുന്നവൻ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്യുന്നവൻ നാശത്തിനായും ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു ദിനമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വേദപുസ്തകം മാത്രമല്ല, മറ്റ് അനവധി വേദ ഗ്രന്ഥങ്ങളും ഇതേ കാര്യം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ എന്താണ് ഇവയെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിന് പറയുവാനുള്ളത്? എന്താണ് ക്രിസ്തുയേശുവിന് ഇതേക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുവാനുള്ളത് എന്നാണ് ഇന്നത്തെ ഈ മെസ്സേജിന്റെ ചിന്താവിഷയം. നമുക്കൊക്കെ അറിയാം, നമ്മള് പ്രത്യേകിച്ച് സാമുദായികമായ സംഘടനകളുടെ കൂടെ ആയിരിക്കുമ്പോൾ അവർ നമ്മെ പഠിപ്പിക്കുന്നു, നമുക്ക് സ്വർഗരാജ്യം ലഭ്യമാകണം. നമുക്കേയും ഈ ലോകത്തിൽ ജീവിക്കുന്നത്, ഈ ലോകത്തിൽ ജീവിച്ചതിന് ശേഷം ശാന്തസുന്ദരമായ ഒരു സ്വർഗരാജ്യ ജീവിതം സ്വപ്നം കാണുവാനാണ് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. ക്രൈസ്തവ മതവും അതുതന്നെയാണ് പഠിപ്പിക്കുന്നത്.
എന്നാൽ എന്താണ് അതിന്റെ വാസ്തവം? നാം ഇപ്പോൾ ജീവിക്കുന്നത് പോലെ മുൻപോട്ട് കുറെ നന്മകൾ ചെയ്ത് ജീവിച്ചു പോയാൽ മാത്രം ആ സ്വർഗരാജ്യ പ്രാപ്തി നമുക്ക് ലഭ്യമാകുമോ? ഇന്നത്തെ നമ്മളുടെ ചിന്ത അതാകട്ടെ. എന്നെ കേൾക്കുന്നവര് ശ്രദ്ധയോടെ ഈ മെസ്സേജ് ശ്രദ്ധിക്കുമെങ്കിൽ, ദൂത് ശ്രദ്ധിക്കുമെങ്കിൽ, നിങ്ങൾക്കിന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ ഇതുവരെ ചിന്തിച്ചും പഠിച്ചും വച്ചിരിക്കുന്നത് ശരിയാണോ, അല്ല അത് തെറ്റെങ്കിൽ എങ്ങനെ എനിക്ക് ശരിയിലേക്ക് കടന്നു വരുവാൻ കഴിയും എന്നുള്ള കാര്യം അറിയുവാൻ ശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. നാം പഠിക്കുന്നത്, നമ്മൾ ശിശുവായിരിക്കുമ്പോൾ ഒരു മതപുരോഹിതൻ നമ്മുടെ മേൽ എന്തെങ്കിലും ചെയ്താൽ നാം സ്വർഗപ്രവേശം നേടി പിന്നെ ആ വിശ്വാസത്തിൽ അങ്ങ് ജീവിച്ച് കുറെ നന്മ പ്രവർത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകമുണ്ടെങ്കിൽ അതൊന്ന് തുറന്നു നോക്കുക. എന്താണ് സത്യമായ, ഏക സത്യമായ, ഏക വഴിയായ, ഏക ജീവനായ യേശു ക്രിസ്തുവിന് പറയുവാനുള്ളത്? നമുക്കറിയാം, നമ്മൾ ലോകത്തിൽ ജനിച്ചവനായി കണ്ടതില് വ്യാജം പറയാത്ത, കള്ളം പറയാത്ത, കുറ്റം ചെയ്യാത്ത, പാപം ചെയ്യാത്ത സ്ത്രീയിൽ നിന്ന് ജനിച്ച ഒരൊറ്റ മനുഷ്യനെ മാത്രമേ കാണുവാൻ സാധിക്കൂ. മനുഷ്യപുത്രനായ, ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു അല്ലാതെ വേറെ ഒരു മനുഷ്യനും ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരൊറ്റ വ്യക്തി പോലും ഞാൻ പാപി അല്ല എന്ന് പറയുവാൻ, ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറയുവാൻ, ഞാൻ നുണ പറയുന്നവൻ അല്ല എന്ന് പറയുവാനുള്ള അവകാശമില്ല. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമാണ്. അനേക കോടതികളില് അനേക പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് ന്യായാധിപന്മാർ വിധിയെഴുതിയ ഒരൊറ്റ വ്യക്തി മാത്രമേ ഈ ലോകത്തിൽ ജീവിച്ചിട്ടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പറയുന്നത് നമുക്ക് സത്യമായിട്ട് വിശ്വസിക്കാം എന്നുള്ളതിനാൽ യേശു ക്രിസ്തു ഇതേക്കുറിച്ച് എന്ത് പറയുന്നു? പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോദേമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നിക്കോദേമോസിനെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു മതപണ്ഡിതൻ ആരാണോ, അല്ലെങ്കിൽ ഒരു മതസമൂഹത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന, ഉന്നതനായിരിക്കുന്ന ഒരു വ്യക്തി ആരാണോ, ആ മതത്തെക്കുറിച്ചും ആ മതത്തിന്റെ ആത്മീയ താല്പര്യങ്ങളും എല്ലാം വിചിന്തനം ചെയ്ത് പഠിച്ച പണ്ഡിതനായിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് മുൻപിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ ഉത്തരമുണ്ട്. കാരണം അദ്ദേഹത്തിന് എല്ലാം അറിയാം. അങ്ങനെയുള്ള നിക്കോദേമോസ് എന്ന് പേരുള്ള യഹൂദന്മാരുടെ ഒരു ശാസ്ത്രി, യഹൂദ മത വ്യവഹാരങ്ങളും പ്രമാണങ്ങളും പുസ്തകങ്ങളും തിരുവെഴുത്തുകളും എല്ലാം പച്ചവെള്ളം പോലെ പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ സന്ധ്യാസമയത്ത് യേശുവിന്റെ അടുത്ത് വരുന്നത്. വന്നിട്ട് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് പറയുകയാണ്, നിക്കോദേമോസേ, നീ കേട്ടുകൊള്ളുക, വീണ്ടും ജനനം പ്രാപിക്കാതെ ഒരുവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പോയിട്ട് സ്വർഗരാജ്യം കാണുക പോലും സാധ്യമല്ല. നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമാണ് ഇത്. കാരണം നമുക്ക് വിചാരിച്ചിരിക്കുന്ന നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം. നമ്മൾ സൺഡേ സ്കൂളൊക്കെ കുഞ്ഞിലെ മുതൽ പഠിക്കുന്നതാണ്. നമ്മൾ എല്ലാ ഞായറാഴ്ചയും മതപ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കതൊക്കെ അറിയാം. ഞാനും അങ്ങനെ വിചാരിച്ച് നടന്നൊരു വ്യക്തി. ഈ നിക്കോദേമസിനെ പോലെ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ 1977 മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് പ്രവേശിച്ച വ്യക്തിയാണ് ഞാൻ. അത് തുടർന്ന് 30 വർഷത്തോളം ഒരു സഭയുടെ ശുശ്രൂഷ മണ്ഡലത്തില് ഒരു പ്രമുഖ ശുശ്രൂഷകനായിട്ട്, ഒരു അധ്യാപകനായിട്ട്, ഉപദേശകനായിട്ട് എനിക്കെല്ലാം അറിയാം. ഇനി ഒന്നും ആരും എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന ധാർഷ്ട്യത്തോടെ, അഹങ്കാരത്തോടെ ജീവിച്ച വ്യക്തിയാണ്. എന്നാൽ 2007 30 വർഷത്തിന് ശേഷം ഞാൻ വേദപുസ്തകം പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം എന്നെ സ്പർശിക്കുവാൻ ഇടവന്നു. അവിടെ
ചോദ്യം ചോദിച്ചിരിക്കുന്നത് മഹാപണ്ഡിതനായ മതപണ്ഡിതനായ ഒരുവനോടാണ്. ആ ഒരുവനോടാണ് ചോദിച്ചിരിക്കുന്നത്. പറയുന്നത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ഈ മനുഷ്യനും അദ്ദേഹത്തിന്റെ മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി വീണ്ടും ജനിച്ചിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ നടപ്പിലുള്ളതായ ശിശുസ്നാനം എന്നുള്ള പ്രക്രിയ. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ശിശുസ്നാനം എന്ന പ്രക്രിയയിലൂടെ ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നു, തുടർന്ന് മതത്തിന്റേതായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ വ്യക്തി സ്വർഗത്തിൽ പോകുമെന്നാണ്. ഞാൻ എങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ഞാൻ അന്ന് ഒരു മദ്ബഹ ശുശ്രൂഷകനായി ജീവിക്കുമ്പോൾ പഠിപ്പിച്ചിരുന്നത്, ഞങ്ങളുടെ മതത്തിൽ ഞങ്ങളുടെ സഭയിൽ ചേരുന്നവർ ആരായാലും അവർ സ്വർഗത്തിൽ പോകും. കാരണം സ്വർഗത്തിന് താക്കോലിരിക്കുന്നത് ഞങ്ങളുടെ മതമേലധ്യക്ഷന്റെ കയ്യിലാണെന്നാണ്. ഞങ്ങളുടെ മതത്തിൽ ചേരാത്ത, ഞങ്ങളുടെ സഭയിൽ ചേരാത്ത ഒരുത്തനും സ്വർഗത്തിൽ പോവുകയില്ല എന്ന് പഠിപ്പിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ അവിടെ ഒരു കാര്യം എന്നെ വളരെ സ്പർശിച്ചു. നിക്കോദേമോസ് തിരിച്ച് യേശുവിനോട് ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? ഒരു സത്യം ഞാൻ ഈ ദേശത്തോട് വിളിച്ചു പറഞ്ഞു കൊള്ളട്ടെ. വീണ്ടും ജനിക്കുന്നത് ശിശുവായിരിക്കുമ്പോഴല്ല, വീണ്ടും ജനിക്കുന്നത് പ്രായപൂർത്തിയായതിനു ശേഷമാണ്. കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു. യേശു കർത്താവ് തന്നെ തന്റെ അടുക്കൽ വന്ന ശിശുക്കളോട് പറഞ്ഞു, മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട്, നിങ്ങൾ ശിശുക്കളെ പോലെയാവുകയും, കാരണം ശിശുക്കളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ശിശുക്കളെ നിങ്ങൾ ആരും എന്തെങ്കിലും ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ വ്യക്തി ജനിക്കുന്നത് ആത്മീയമായി സ്വർഗരാജ്യത്തിൽ തന്നെയാണെന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ സ്വർഗരാജ്യത്തിലായിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ വെള്ളത്തിൽ കഴുകി വീണ്ടും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിക്കോദേമസ് ചോദിച്ചത്, വൃദ്ധനായ ശേഷം, അപ്പോൾ നിക്കോദേമസ് ഇപ്പോൾ വൃദ്ധനാണ്, ഇത്രയും വൃദ്ധനായ ശേഷം ഞാൻ എങ്ങനെ ഇനി വീണ്ടും ജനിക്കും? അപ്പോൾ ഇവിടെ വിഷയം വീണ്ടും ജനനം എന്നുള്ളതാണ്. വീണ്ടും ജനനം എന്നുള്ള വിഷയം പഠിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഞാൻ അക്കാലത്ത് മതപരമായ സഭാപരമായ പഠനങ്ങൾ മാത്രമല്ല, പാണ്ഡിത്യം മാത്രമല്ല, അതിൽ കൂടെ ഉയർന്നു വന്നൊരു അഹന്തയും എനിക്കുണ്ടായിരുന്നു. ഞാനൊരു യുക്തിവാദിയുമായിരുന്നു. ഒന്നും വ്യക്തമായി കാണാതെ കേൾക്കാതെ വിശ്വസിക്കുന്ന വ്യക്തികൾ. അപ്പോൾ തന്നെ ഉറച്ച ദൈവവിശ്വാസിയുമാണ്, ഉറച്ച സഭാവിശ്വാസിയുമാണ്. അങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് ഈ വേദഭാഗം എന്റെ കണ്ണിൽ പെടുന്നത്. അതേക്കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ ശ്രമിച്ചു. എന്താണ് വീണ്ടും ജനനം എന്നതുകൊണ്ട് യേശു ക്രിസ്തു ഉദ്ദേശിച്ചത്? ഞാൻ വളരെ ചുരുക്കമായി പറയട്ടെ. ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പഠിപ്പിക്കലല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പഠിപ്പിക്കലല്ല. ഇത് ഹല്ലേലൂയ, ലോകരക്ഷകനായിട്ട് സ്വർഗീയ മഹിമകളെല്ലാം വെടിഞ്ഞ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന മറിയ എന്ന ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ച യേശു ക്രിസ്തു എന്ന നാമമുള്ള ഒരു വ്യക്തിയുടെ പഠിപ്പിക്കലാണ് വീണ്ടും ജനനം. ഇത് പഠിച്ചിട്ട് ഒരു വ്യക്തി ഒരു മതത്തിലാവുകയല്ല ചെയ്യുന്നത്. ഇത് പഠിച്ചിട്ട് ഒരു വ്യക്തി സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നേടുകയാണ് ചെയ്യുന്നത് എന്ന് ഈ ദേശക്കാർ മനസ്സിലാക്കിക്കൊള്ളുക. എന്താണ് വീണ്ടും ജനിക്കുക എന്നതുകൊണ്ട് യേശു ഉദ്ദേശിച്ചത്? താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി യേശു നിക്കോദേമസിനെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗീയ ഉന്നതങ്ങളിൽ നിന്നും ജനിക്കുക, അർത്ഥാൽ ആത്മീയമായി വീണ്ടും ജനിക്കുക. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഞാൻ വ്യക്തമാക്കിയിട്ട് ഈ സന്ദേശം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി ഈ ലോകത്തിൽ ജനിക്കുന്നത് ആത്മീയമായി സ്വർഗരാജ്യത്തിന്റെ ഹല്ലേലൂയ ആ അനുഭവത്തിലാണ്. അങ്ങനെ ജനിച്ചിരിക്കുന്ന ഒരു ശിശുവില് നമുക്ക് അശേഷം വ്യാജം കാണുവാൻ സാധിക്കുകയില്ല. നമ്മൾക്ക് പറയുമല്ലോ, കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചിരി, അത് ആ കുഞ്ഞ് സ്വർഗീയമായ അനുഭവത്തിൽ ജീവിക്കുന്നത് കൊണ്ട്. എന്നാൽ ഈ കുഞ്ഞ് വളർന്ന് പ്രായമാകുമ്പോൾ ഈ കുഞ്ഞെന്ത് ചെയ്യും? തെറ്റുകൾ ചെയ്യുവാൻ ആരംഭിക്കും. ഈ ലോകത്തിന്റെ ഗതിയിൽപ്പെട്ട് ഈ ലോകത്തിൽ മറ്റു മനുഷ്യർ പ്രായമുള്ളവർ ജീവിക്കുന്നത് പോലെ എന്തു ചെയ്യും? ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ നുകരുവാനായിട്ട് പാപത്തിലേക്ക് വഴുതി വീഴും. അങ്ങനെ പാപത്തിലേക്ക് വഴുതി വീഴുന്ന അവസ്ഥയിൽ ഈ കുഞ്ഞ് താൻ ജീവിച്ചു വന്നിരുന്നതായ സ്വർഗ
സ്വർഗീയ ആത്മീയ അനുഭവത്തിൽ നിന്ന് ഈ ലോകത്തിന്റെ ജഡികമായ സ്വഭാവത്തിലേക്ക് ആഴ്ത്തപ്പെടും. അങ്ങനെ ആ കുഞ്ഞ് ദൈവവുമായുള്ള ബന്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കും. പിന്നെ ആ കുഞ്ഞ് ജീവിക്കുന്നത് ഒരു മതമനുഷ്യനായിട്ടാ, ഒരു ലോക മനുഷ്യനായിട്ടാ. എത്ര വലിയ ക്രൈസ്തവ സഭയുമായിക്കൊള്ളട്ടെ, ഏത് വലിയ മത സംവിധാനവുമായിക്കൊള്ളട്ടെ, ഒരു ശിശു അതിൽ വളർന്നു വരുമ്പോൾ ആ ശിശു പഠിക്കുന്നത് രണ്ട് കാര്യമാണ്. ആ മതം പഠിപ്പിക്കുന്നതായ ചില കാര്യങ്ങളും, രണ്ട് ഈ ലോകം പഠിപ്പിക്കുന്ന കാര്യങ്ങളും. ഈ രണ്ട് പഠിപ്പിക്കലുകളിൽ വളർന്നിട്ട് ആ ശിശു ഒരു ലോക മനുഷ്യനായി, ഒരു മതമനുഷ്യനായി വളരുകയാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായിട്ട്, സ്വർഗീയ അവകാശത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവനായിട്ട്. എന്നാൽ എപ്രകാരം തിരികെ ആ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാം? ഒരൊറ്റ കാര്യമാണ് കർത്താവ് പറയുന്നത്: മാനസാന്തരപ്പെടുക. എന്താണ് മാനസാന്തരം എന്നുള്ളത്? മാനസാന്തരം എന്നുള്ളത് ഒരു അറിവാണ്, ഒരു ജ്ഞാനമാണ്. ഞാൻ ജനിച്ചപ്പോൾ ദൈവത്തിലാണല്ലോ ജനിച്ചത്. ഞാൻ ജനിച്ചപ്പോൾ ഞാൻ അറിവ് വെക്കുന്നതുവരെയും ജീവിച്ചത് നിഷ്കളങ്കനായിട്ടാണല്ലോ, പാപമില്ലാത്തവനായിട്ടാണല്ലോ, പാപം ചെയ്യാത്തവനായിട്ടാണല്ലോ. എന്നാൽ എന്നിൽ അറിവ് വർദ്ധിച്ചപ്പോൾ ഞാൻ ഈ ലോകത്തിന്റെ പാപത്തിലേക്ക് വഴുതി വീണ് എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ട് പുറത്താക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. എനിക്ക് തിരികെ എന്റെ ദൈവത്തെങ്കിലേക്ക് എത്തിച്ചേരണം. ഹല്ലേലൂയ. ദൈവത്തെങ്കിലേക്ക് എനിക്ക് പാപിയായിട്ട് എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. കാരണം മഹാപരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ എനിക്ക് പാപിയായിട്ട്, ഈ ലോകത്തിന്റെ കറപൂണ്ടവനായിട്ട് കടന്നു ചെല്ലുവാൻ സാധിക്കുകയില്ല. അതിനാൽ ഞാൻ എന്തു ചെയ്യണം? എന്റെ പാപ ജീവിതത്തെ ഉപേക്ഷിക്കണം, എന്റെ പാപ വഴികളെ ഉപേക്ഷിക്കണം. ഞാൻ ഈ ലോകത്തിൽ നിന്ന് പഠിച്ചതെല്ലാം ഉപേക്ഷിക്കണം. ഞാൻ മതത്തിൽ നിന്ന് പഠിച്ചതെല്ലാം ഉപേക്ഷിക്കണം. മതം കൊല്ലുവാൻ പഠിപ്പിക്കുമ്പോൾ ഈ മാർഗം പഠിപ്പിക്കുന്നത് ജീവിപ്പിക്കുവാനാണ്. മരിച്ചു കിടക്കുന്നവനെ പോലും ഉയർപ്പിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ജീവൻ കൊടുക്കുന്നവനാണ്, നിത്യജീവൻ കൊടുക്കുന്നവനാണ്. അപ്പോൾ മാനസാന്തരപ്പെട്ടവനായി, പാപത്തിൽ നിന്ന് കഴുകൽ പ്രാപിച്ചവനായി മാത്രമേ എനിക്ക് തിരികെ ആ ശിശുവിന്റെ അവസ്ഥയിലേക്ക് എത്തുവാൻ സാധിക്കൂ. ഞാനിത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അറിയില്ല. വചനം പഠിച്ചു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി: ഈ ലോകത്തിന് മുഴുവനും വേണ്ടി ചൊരിയപ്പെട്ട ഒരു നിഷ്കളങ്ക രക്തമുണ്ട്. കാൽവറി മല എന്ന സ്ഥലത്ത്, യെരുശലേമിലെ കാൽവറി മലയില് പാപമില്ലാത്തവനായി, പാപം ചെയ്യാത്തവനായി, പാപത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തവനായി 33 വർഷം ജീവിച്ച യേശു ക്രിസ്തു എന്ന മനുഷ്യപുത്രനെ യഹൂദന്മാർ ആണികളിൽ തറച്ച് കുരിശിൽ തൂക്കി ഒരു കുന്തം കൊണ്ട് അവന്റെ വിലാവ് കുത്തിത്തുറന്ന് അവന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തം വരെയും ഈ ലോകത്തിന്റെ മണ്ണിലേക്ക് ഒഴുക്കി. അപ്പോൾ പാപരഹിതമായ ആ ഒരു രക്തത്തിന് മാത്രമേ ഒരു മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് കഴുകി വെടിപ്പാക്കുവാൻ സാധിക്കൂ. അപ്പോൾ ഒരു കാര്യം വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലായി: ഒരുവന് ഹല്ലേലൂയ അവന്റെ പാപ കഴുകൽ പ്രാപിച്ച് തന്റെ ശിശുവായിരുന്ന അവസ്ഥയിലേക്ക്, ആ സ്വർഗീയ അനുഭൂതിയിലേക്ക് മടങ്ങി വരണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കണം. അതിനെന്തു ചെയ്യണം? ഒന്നാമത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്ന സുവിശേഷവും അതാണ്. ഹല്ലേലൂയ. സ്വർഗീയ ഉന്നതങ്ങളെ വെടിഞ്ഞ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ ഉരുവായി അവളാൽ പ്രസവിക്കപ്പെട്ട് ഈ ലോകത്തിൽ അവളാൽ വളർത്തപ്പെട്ട് 33 വർഷം ജീവിച്ച് ഈ ലോകത്തിന്റെ സകല പാപവും തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവറി മറയിൽ കുരിശിൽ തൂങ്ങി തന്റെ അവസാന രക്തം വരെയും ഈ ലോകത്തിന് വേണ്ടി ഒഴുക്കി തന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം നിങ്ങളുടെ സകല പാപങ്ങളും കഴുകപ്പെടും. നിങ്ങൾ ജനിച്ചപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിങ്ങൾ ജനിച്ചപ്പോൾ ഏത് ആത്മീയ അവസ്ഥയിലായിരുന്നു അതേ അവസ്ഥയിലേക്ക് നിങ്ങൾ മടങ്ങി വരും. ഇതിന് പറയുന്ന പേരാണ് വീണ്ടും ജനനം എന്നുള്ളത്, ബോൺ അഗൈൻ എന്നുള്ളത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു പുരോഹിതനും അത് ചെയ്യുവാൻ സാധിക്കുകയില്ല, ഒരു മത നേതാവിനും അത് ചെയ്യുവാൻ സാധിക്കുകയില്ല,
ഒരു മതകർമ്മത്തിനും അത് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഒരു നയാ പൈസ നിങ്ങൾക്ക് ചെലവാക്കേണ്ട, ഒരു മെഴുകിൽ കത്തിക്കേണ്ട, ഒരു നിലവിളക്ക് കത്തിക്കേണ്ട, നിങ്ങൾ നേർച്ചയിടേണ്ട. നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ നെഞ്ചത്തോട് കൈവച്ചിട്ട്, എന്റെ ദൈവമേ, ഞാനിപ്പോൾ കേട്ടത് ശരിയോ? ഞാനൊരു പാപിയാണല്ലോ, എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു, ഞാൻ ദൈവത്തിൽ നിന്ന് വളരെ അകന്നവനായി ജീവിക്കുന്നുവല്ലോ, എന്നെ ഒന്ന് തൊടണമേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയുന്ന നിമിഷം, ആ നിമിഷം നിങ്ങളുടെ സകല പാപങ്ങളും കഴുകപ്പെട്ട് നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച ആ ശിശുവായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം നിങ്ങളിലൂടെ ഒഴുകുന്നത് ദൈവസ്നേഹം മാത്രമായിരിക്കും. നിങ്ങൾക്ക് ആരെയും വെറുക്കുവാൻ സാധിക്കുകയില്ല, നിങ്ങൾക്ക് ആരെയും പുച്ഛിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ അയൽവക്കുകാരെ നിങ്ങൾ സ്നേഹിക്കുവാൻ തുടങ്ങും, നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ സ്നേഹിക്കുവാൻ തുടങ്ങും, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കുവാൻ തുടങ്ങും, നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ സ്നേഹിക്കുവാൻ തുടങ്ങും. തുടർന്ന് അങ്ങോട്ട് നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സ്നേഹം മാത്രമായിരിക്കും. പ്രിയമുള്ളവരെ, ഈ നിമിഷം വരെയും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് അവസരം തരികയാണ്. നിർബന്ധത്താൽ അരുത്, നിങ്ങൾ സ്വയം തീരുമാനമെടുത്ത് ചിന്തിക്കുമെങ്കിൽ, ഹല്ലേലൂയ, ഞങ്ങളോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം പറയുന്നു, ഇന്ന് നിങ്ങൾ വീണ്ടും ജനിച്ച് സ്വർഗത്തിന് അവകാശിയായി തീരും, നിത്യജീവന് അവകാശിയായി തീരും. യേശു ക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കുകയില്ല എന്നതിന്റെ അർത്ഥം, നാം ഈ ജീവിതം കഴിഞ്ഞ് നമ്മുടെ ആത്മാവ് നിത്യമായി ജീവിക്കുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനോടുകൂടി സ്വർഗത്തിൽ വസിക്കും. അവിടെ ഇരുട്ടില്ല, അവിടെ കരച്ചിലില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ സ്തുതിയും സ്തോത്രവും മാത്രം, ആനന്ദം മാത്രം. അവിടെ രാത്രിയില്ല, അവിടെ പകലില്ല, അവിടെ സൂര്യന്റെ ആവശ്യമില്ല, അവിടെ ചന്ദ്രന്റെ ആവശ്യമില്ല. ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവായിരിക്കും. ഈ വചനം കേട്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാരോടെ ഞങ്ങളെയും നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്മയോടെയായിരിക്കും. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഇതുവരെ ദൈവത്തിന്റെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതിന്റെ ഉള്ളടക്കം, വീണ്ടും ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല. ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ രാജ്യമാണ്. ഇവിടെ മനുഷ്യന്, ഭൂമിയിൽ മനുഷ്യന് വസിക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. എന്നാൽ ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദൈവരാജ്യം. അവിടെ ചെല്ലുക എന്നുള്ളതാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ ചെല്ലണം. ഇവിടെ രോഗങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞാകുന്ന ഒരു ലോകമാണ്. എന്നാൽ ഇവിടം വിട്ട് നമ്മൾ കടന്നു പോകുന്നതിന്റെ ആയുസ് എന്ന് പറയുന്നത് കുറച്ചു കാലം മാത്രമേ ഉള്ളൂ, 70 അല്ലെങ്കിൽ 80 വർഷം വരെ. ഒരിക്കൽ നമ്മളിവിടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മാവാണ് കടന്നു പോകുന്നത്, ശരീരം ഈ മണ്ണിലേക്ക് മാറും. എന്നാൽ ദൈവം ഈ നിക്കോദിമോസിനോട് പറഞ്ഞത്, നീ വീണ്ടും ജനിക്കണം. അപ്പൊ വീണ്ടും ജനിക്കണം എന്ന് പറയുമ്പോൾ